ഹായ് സിംഹക്കുട്ടി ബ്രോസ്, ഞങ്ങളെ സർവമായ സിനിമ കാണാൻ വന്നിരിക്കുകയാണേ. കുടുംബമായിട്ടാണ്. കുടുംബമായിട്ട് സർവമായ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അതാ ബാക്കിൽ വന്നിരിക്കുന്നത് ഭാര്യ സർവമായ. ഒരു എന്താ പറയുക, ഒരു സോളൊക്കെ വരുന്ന സിനിമ എന്നാണ് പറയുന്നത്, ആത്മാവിൻ്റെ. ഇതൊന്നും ആത്മാവല്ല, ഇതൊക്കെ റിയല് തലവേദന ഊരിപ്പോകില്ല. അതാ ആത്മാവി. അപ്പോൾ സിനിമ ഞങ്ങൾ കാണാൻ പോവുകയാണ്. 9:45 ഷോയാണ്. നിവിൻ പോളിയുടെ ഹെവി കംബാക്ക് എന്നാണ് പറയുന്നത്. പിന്നെ അത് പോയിട്ട് പടത്തിന് നല്ല പോസിറ്റീവ് അഭിപ്രായം പറയണം, നല്ല ഫാമിലി ഫിലിം എന്നുള്ള നിലയ്ക്ക്. അത് പോയിട്ട് പടത്തിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷനൊക്കെ വളരെ സ്റ്റൈലായിരിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഫാമിലി ലെവൽ സിനിമ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഹെവി പടമായിട്ടല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഒരു ഫാമിലി ഫിലിം കാണാൻ വരുമ്പോഴത്തേക്കും ഫാമിലി ഫീൽ ഗുഡ് ലെവലിലല്ലേ നമ്മൾ ആ പടം കാണേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഫാമിലിയായിട്ട്. അപ്പോൾ ഈ സിനിമയുടെ വിശദമായ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്ന് രാത്രി അപ്ഡേറ്റ് ചെയ്യും. നിവിൻ പോളിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കഥാപാത്രം, അതായത് 1983 സിനിമയുണ്ട് നിവിൻ പോളിയുടെ. വളരെ നല്ല സ്റ്റൈലായിട്ട് നിവിൻ പോളി ചെയ്ത ഒരു പടമാണ്. ആ പടത്തിലേക്ക് നിവിൻ പോളിയുടെ അഭിനയം കണ്ടപ്പോൾ പിൽക്കാലത്ത് ഹെവി നടനാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ലെവലിലോട്ട് നിവിൻ എത്താൻ പറ്റിയില്ല. ഒന്ന് വേറൊരു പ്രശ്നമുണ്ട്, നിവിൻ ബോഡിയൊന്നും സൂക്ഷിക്കില്ല, റിസ്ക് എടുക്കില്ല. അതിൻ്റെയൊക്കെ ഒരു കുഴപ്പം നിവിനുണ്ട്. അതിൻ്റെ എൻ്റെ ഇടയിൽ ഇതാ ഉണ്ടോ, അത് സെൽഫി എടുപ്പാണ് കേട്ടോ, കണ്ടോ, ഒരു ആത്മാവ് സെൽഫി എടുക്കണ കേട്ടോ. ഉണ്ടോ, സെൽഫി എടുക്കട്ടെ ഒരു ആത്മാവ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാത്തവർക്ക് വിജയവും കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിന് ഈ ഒരു ലോങ് പീരീഡിന് ശേഷം ഇപ്പോൾ നല്ലൊരു കംബാക്ക് സത്യൻ അന്തിക്കാടിൻ്റെ മകൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പടം കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായവും റിവ്യൂവും കാര്യങ്ങളൊക്കെ നുബക് പ്രപഞ്ചം ചാനലിൽ ഇടുന്നതായിരിക്കും. മകൻ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മകൻ ഇടയിൽ വന്നില്ല, ഭാര്യ വന്നിട്ട് പോയി. വിശദമായ വീഡിയോ അതിൻ്റെ വിവരങ്ങളും ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കുക. എൻ്റെ ഏത് ബ്ലോഗും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശനങ്ങൾ എനിക്ക് പ്രചോദനമാകും. ഒന്നത്. രണ്ടാമത്, പടത്തിൻ്റെ ഫുൾ എന്താണ് കഥ പറയുന്നു എന്നുള്ളത്, അതിൻ്റെ ആഴത്തിലോട്ട് പോകുന്ന ഫാമിലി ഹൈപ്പിൽ എങ്ങനെ ഈ പടം എടുത്തിരിക്കണം എന്നുള്ളതും ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നുബക് പ്രപഞ്ചം ചാനൽ ലൈക്ക് ചെയ്യുക.